ഇന്നത്തെ വിഷയം ഇൻഫർമേഷൻ അങ്ങനെയുള്ള ഒന്നും തന്നെയല്ല. എനിക്കുണ്ടായ ഒരു അനുഭവം അത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. എല്ലാവർക്കും SVR കുവൈത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ NM കുഞ്ഞി കുവൈത്തിൽ നിന്നും. ഞാനടക്കമുള്ള എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളടക്കമുള്ള മലയാളി സമൂഹത്തിൽ കൂടുതൽ ആൾക്കാരും ഓഫറുകൾ അന്വേഷിച്ച് പോകുന്ന ആൾക്കാരാണ്. നമ്മൾ എവിടെയെങ്കിലും സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് വന്നെങ്കിൽ സാധനങ്ങൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടാകുമ്പോൾ അതിൻ്റെ ബില്ലിൽ ഓരോ സാധനങ്ങൾക്കും എത്ര വിലയാണെന്ന് നമ്മൾ നോക്കാറുണ്ടോ? അങ്ങനെ നോക്കുന്നവരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. കൂടുതൽ ആൾക്കാരും നോക്കലില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ നോക്കാറുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പം ഞാൻ നോക്കാറുണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചെങ്കിൽ, ഞാൻ ഇവിടുത്തെ ഒരു കടയിൽ പോയപ്പോൾ ഒരുപാട് ഓഫർ സാധനങ്ങൾ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഓഫറൊക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ടിൽ സാധനങ്ങൾ വെച്ചിട്ട് അതിന് മുകളിൽ വില അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ എഴുതി വെച്ച വില കണ്ടിട്ടാണ് സാധനങ്ങൾ എടുക്കുന്നത്. പഴയ കാലത്താണെങ്കിൽ ഓരോ സാധനത്തിനും വില സ്റ്റിക്കർ അടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ ഹൈടെക് യുഗമായതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഒക്കെ ബാർകോഡാണ്. ചില സ്ഥലങ്ങളിൽ അതിനുള്ള മിഷൻ വെച്ചിട്ടുണ്ടാകും. നമുക്ക് കൊണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വില അതിൽ വരും. കുറേ കടകളിൽ നിന്ന് അങ്ങനെ മിഷൻ വെച്ചിട്ടുണ്ടാവാറില്ല. അപ്പോൾ നമ്മൾ സാധാരണ ട്രോളിയിൽ സാധനങ്ങൾ എടുത്ത് വെച്ച് ബിൽ കൗണ്ടറിൽ എത്തിയതിന് ശേഷം അവിടെ നിന്നാണ് നമുക്കതിൻ്റെ വില മനസ്സിലാകുന്നത്. കൂടുതൽ ആൾക്കാരും ബിൽ കൗണ്ടറിൽ എത്തിക്കഴിഞ്ഞെങ്കിൽ നമുക്കതിൻ്റെ വില ഒന്നും നമ്മൾ നോക്കാറില്ല. ഒന്നോ രണ്ടോ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നോക്കും. കൂടുതൽ സാധനങ്ങൾ നമ്മൾ ഓരോന്നിൻ്റെ വിലയായിട്ട് നമ്മൾ നോക്കാറില്ല. ശരിയല്ലേ? അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഓഫറിന് സാധനങ്ങൾ അങ്ങനെ വെച്ചിട്ട് ഒരു പ്രൈസാണ്. നമ്മൾ ബിൽ കൗണ്ടറിൽ വന്ന് ബില്ലടിച്ചതിൻ്റെ ശേഷം ബില്ലിൽ വരുന്ന പ്രൈസ് ഡിഫറെൻ്റാണ്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞു വരുന്നത്, നമ്മളെപ്പോഴും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞെങ്കിൽ, എവിടെ നിന്നെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ആ ബില്ലിലുള്ള എത്രയാണോ അതിൽ പ്രൈസ് അടിച്ചിട്ടുള്ളത് അത് കറക്റ്റായിട്ട് നോക്കണം. അപ്പോൾ എനിക്കുണ്ടായ അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതേപോലെ സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ ഞാനും ബില്ല് നോക്കുന്ന സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ ഞാൻ ആ ബില്ല് നോക്കി, പക്ഷെ അവിടെ അടിച്ച ഓഫർ പ്രൈസിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രൈസല്ല ബില്ലിൽ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ അവിടെ പോയി അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് വിട്ടുപോയതാണ്, വെക്കാൻ വേണ്ടി മാറിപ്പോയതാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ എക്സ്ക്യൂസൊക്കെ പറഞ്ഞു വിട്ടു. അത് ഒരു പ്രാവശ്യം 2-3 പ്രാവശ്യം അതേ കടയിൽ ഞാൻ പോയപ്പോൾ ഇതേ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. കുവൈത്തിൽ തന്നെയാണ്, കടൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നമ്മൾ എവിടുന്നെങ്കിലും ഇങ്ങനെ ഓഫർ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കറക്റ്റ് എത്രയാണോ അതിൻ്റെ പ്രൈസ് ഓഫർ വിലയിൽ അവിടെ അവർ സ്റ്റിക്കറായിട്ട് അടിച്ച് വെച്ചിട്ടുണ്ടാകുന്നത് അതേ പ്രൈസാണോ ബില്ലിൽ വരുന്നതെന്ന് നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. അതല്ലെങ്കിൽ ഞാനും നിങ്ങളും പറ്റിക്കപ്പെടും. നമ്മൾ മലയാളികൾ കൂടുതലും ഓഫർ അന്വേഷിച്ച് പോകുന്നതാണ്. കുവൈത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാലോ. ഗൾഫിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്ട്രിക്റ്റാണ്. ഇങ്ങനെ പരാതി കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ കട തന്നെ കൂട്ടേണ്ടി വരും. നാട്ടിലത്തെ കാര്യം പിന്നെ പറയാതിരിക്കുന്നതാണ് നല്ലത്. നാട്ടിൽ നല്ല പറ്റിപ്പ് ഇതേ രീതിയിൽ നടക്കുന്നുണ്ട്. ഒട്ടുമിക്ക ആൾക്കാരും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞെങ്കിൽ ബില്ല് നോക്കാറില്ല. ഒത്തിരി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ബില്ല് നോക്കാറേ ഇല്ല. 1-2 സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നോക്കിയെന്ന് വരും. ശരിയല്ലേ? നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഞാൻ ഈ ഒരു വീഡിയോ ആരും ഉദ്ദേശിച്ചൊന്നും പറഞ്ഞതല്ല. ഞാനും നിങ്ങളും അടങ്ങുന്ന മലയാളി സമൂഹം ഈ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം ഉണർത്തിയതാണ്. ഇനി നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.